മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് ടിപ്പു സുൽത്താൻ കേരളത്തിലെ പടയോട്ടം നടത്തിയപ്പോൾ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡിന് ചരിത്രം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഓരോ ക്ഷേത്രവും തകർത്തുകൊണ്ട് അയാൾ ഹൈന്ദവ ജനതയെ ആക്രമിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നു എന്ന പേരിൽ കേരളത്തിൽ ഇല്ലാതിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ പടയോട്ടം നടത്തിയത് 20,000-ഓളം വരുന്ന ഹിന്ദുക്കളെ പല ഭാഗങ്ങളിലായിട്ട് ഒരുമിച്ച് വാളിൻ്റെ മുനയിൽ കൂട്ടിയോജിപ്പിച്ച് അവരെയെല്ലാം പശു ഇറച്ചി തീറ്റിച്ചിട്ട് മതഭ്രഷ്ടരാക്കി അവരെ ഹിന്ദുമതത്തിൽ നിന്ന്, സനാതനധർമ്മത്തിൽ നിന്ന് പുറത്താക്കാൻ സനാതനധർമ്മത്തിലെ ബ്രാഹ്മണര് നിർബന്ധിതരായി. അവരെ തിരിച്ചെടുക്കാൻ സാമൂതിരി പ്രത്യേകിച്ചൊന്നും ചെയ്തുമില്ല. 20,000-ഓളം വരുന്ന ഗ്രൂപ്പുകളെയാണ് ടിപ്പു സുൽത്താൻ എന്ന ക്രൂരനായ മുസ്ലിം ഭരണാധികാരി പശു ഇറച്ചി തീറ്റിച്ച് മതപരിവർത്തനം നടത്തിയതിൻ്റെ പിൻതലമുറക്കാരെയാണ് നമുക്ക് മലപ്പുറത്തും കോഴിക്കോടും ഇന്ന് കാണാൻ സാധിക്കുന്നത്. അത് 100-200 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ചരിത്രം. ഏതാണ്ട് 1.5 വർഷം മുമ്പ് പെരുമ്പാവൂര് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് പട്ട വെളിച്ചത്തിൽ ഒരു ഗർഭിണിയായ പശുവിനെ അമ്പലത്തിൻ്റെ തൊട്ടുമുമ്പിൽ വെച്ച് തൊട്ടടുത്ത പള്ളിയിലെ മൗലവി കഴുത്തറുത്ത് ഇറച്ചിക്കായിട്ട് കൊന്നു. അവിടെയുള്ള ഹിന്ദുക്കള് നല്ല രീതിയിൽ പ്രതികരിച്ചു, ഇളകി വശായി. ആ ഇസ്ലാമിൻ്റെ കറക്റ്റ് മുഖമാണ് നേപ്പാളില് ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ അയച്ചു കൊടുത്ത ബീഫിൻ്റെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും. യഥാർത്ഥത്തിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു ഹിന്ദു രാഷ്ട്രം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇപ്പോഴത്തെ അഖിലേന്ത്യാ സെക്രട്ടറി യെച്ചൂരി, അയാള് നേപ്പാളിൽ ചെന്നിട്ടാണ് അതിനെ ഹിന്ദു രാഷ്ട്രമല്ലാതെയാക്കിയത്. എങ്കിലും ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു പശുവിനെ കൊന്നാൽ 12 വർഷം തടവുള്ള, ബീഫ് വിറ്റാൽ അത്രയും തന്നെ കഠിന തടവുള്ള ഒരു രാജ്യത്ത് ഭൂകമ്പവും എർത്ത് ക്വേക്കും കാലാവസ്ഥാ പ്രശ്നങ്ങളും കൊണ്ട് 10,000-ഓളം വ്യക്തികൾ മരിക്കുകയും അതിനേക്കാൾ കൂടുതൽ വ്യക്തികൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്തപ്പോൾ അതിശക്തമായ രീതിയിൽ ഭാരതവും UN-യും മറ്റ് രാഷ്ട്രങ്ങളുമെല്ലാം സഹായമെത്തിച്ചപ്പോൾ ആ മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ ടിപ്പു സുൽത്താനെ പോലെയും പെരുമ്പാവൂരിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഗർഭിണിയായ പശുവിനെ അറുത്തതിനെ പോലെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ബീഫ് ബിരിയാണി ഉണ്ടാക്കി വിറ്റതുപോലെയും ബീഫ് ബിരിയാണി ഉണ്ടാക്കി ഗോവധ നിരോധനത്തിനെതിരെ ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയും ആ അതിഗഹനമായിട്ടുള്ള മുറിവില് മുളകും ഉപ്പും വാരിത്തേക്കുന്ന ആ ഇസ്ലാമിൻ്റെ സ്വഭാവം പാകിസ്ഥാൻ കാണിച്ചു. അതിന് പാക് പ്രസിഡന്റും പ്രധാനമന്ത്രിയും പറഞ്ഞത്, ഇത് പാകിസ്ഥാൻ ഗവൺമെന്റിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് പാകിസ്ഥാനിലെ മിലിറ്ററിക്കാരെടുത്ത തീരുമാനമാണ്. അതായത് പാകിസ്ഥാൻ മിലിറ്ററിയും പാകിസ്ഥാൻ ഗവൺമെന്റും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ ഒരു രാജ്യം മുമ്പോട്ട് പോകുമ്പോൾ അത് തീവ്രവാദത്തിന്റെ പിടിയിലായിരിക്കുമെന്ന് ചിന്തിക്കാൻ
വേറെ ഏതെങ്കിലും നിയമത്തിൻ്റെയോ വേറെ ഏതെങ്കിലും ഉദാഹരണത്തിൻ്റെയോ ആവശ്യമുണ്ടോ? ഏതായാലും ലോകമെമ്പാടുമുള്ള ജനത ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ കർമ്മബലം കൊണ്ടാണ്. പണ്ട് ഗാന്ധാരി ശ്രീകൃഷ്ണനെ ശപിച്ചപ്പോൾ ആ ശാപവാക്കുകൾ ഇങ്ങനെയായിരുന്നു: കൃഷ്ണ, ഭൂതകാലവും വർത്തമാനവും ഭാവിയും നല്ലവണ്ണം അറിയാവുന്ന നിനക്ക് അറിയാം എൻ്റെ ഭർത്താവിന് കാഴ്ചയില്ല, ഭർത്താവിനില്ലാത്ത കാഴ്ച എനിക്ക് വേണ്ട എന്ന് ആധിപത്യത്തിൻ്റെ പേരിൽ കണ്ണുകെട്ടി നടക്കുന്ന അന്ധയായ ഞാനും ഭർത്താവിനും ജീവിതാന്ത്യത്തിൽ ഒരു തുള്ളി ഗംഗാജലം വായിലേക്ക് തരാൻ ഒരു മകനെയെങ്കിലും വെച്ചിട്ട് ബാക്കിയുള്ളവരെ വധിക്കായിരുന്നില്ലേ കൃഷ്ണ എന്ന് ചോദിച്ചു. എന്നിട്ട് ദുഃഖത്തോടുകൂടി ഗാന്ധാരി ശപിച്ചു, നിന്റെ കുലവും ഇതേപോലെ തമ്മിൽ തല്ലി മരിക്കട്ടെ, നശിക്കട്ടെ എന്ന്. ആ ശാപം ശ്രീകൃഷ്ണൻ ഏറ്റുവാങ്ങിയത് ഒരു അനുഗ്രഹം പോലെയായിരുന്നു. ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ടമ്മേ. യാദവകുലത്തിന് ആരംഭമുണ്ടെങ്കിൽ യാദവകുലത്തിന് അന്ത്യമുണ്ട്. ശ്രീകൃഷ്ണന് ജന്മം നൽകിയ യാദവകുലത്തെ നശിപ്പിക്കാൻ പുറത്തു നിന്ന് ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് അതിനകത്തുള്ളവർ തമ്മിൽ തല്ലി തന്നെ ആരംഭമുള്ള യാദവകുലത്തിന് അവസാനമുണ്ടാകട്ടെ എന്ന്. ഇന്ന് ഇസ്ലാമിൻ്റെ കാര്യവും അതുതന്നെയാണ്. ലോകത്തിൽ 69 മുസ്ലിം രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിൽ പോലും സ്വസ്ഥതയുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു രാജ്യത്തിൽ, പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ഇറാഖ് ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ചൈനയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെങ്കിലും ഉക്രൈൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ഈജിപ്ത് ആണെങ്കിലും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏത് രാഷ്ട്രത്തിലും, ഒരു രാഷ്ട്രത്തിൻ്റെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏത് പ്രദേശത്തും ബോംബ് ഉണ്ടാക്കുന്നത് മുസ്ലിം, പൊട്ടിക്കുന്നത് മുസ്ലിം, അത് വെക്കുന്നത് മുസ്ലിം, ദേവാലയങ്ങളിൽ മരിക്കുന്നത് മുസ്ലിം, അവരെ പിടിക്കുന്നത് പോലീസുകാരായിട്ടുള്ള മുസ്ലിങ്ങൾ, മുസ്ലിങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റുമാര്, ജഡ്ജിമാര് മുസ്ലിങ്ങൾ, ഭരണാധികാരികൾ മുസ്ലിങ്ങൾ, തൂക്കിക്കൊല്ലുന്നത് മുസ്ലിങ്ങളെ, തമ്മിൽ ചാവുന്നത് മുസ്ലിങ്ങൾ തന്നെ. ഗാന്ധാരിയുടെ ശാപം അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമാണ് ലോകത്തിലെ മുസ്ലിങ്ങൾ എന്ന് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. കാരണം കൊല്ലാനും ചാവാനും വേണ്ടി ആഹ്വാനം ചെയ്യുകയും മറ്റ് മതങ്ങളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി തൻ്റെ മതത്തെ പ്രചരിപ്പിച്ച ഒരു പ്രവാചകന്റെ ശിഷ്യ പരമ്പരകൾ ഏതായാലും ലോകത്തിൽ ദൂരെ മാറി നിന്ന് നോക്കുമ്പോൾ നേപ്പാളിലെ വേദനിക്കുന്ന ഹിന്ദുക്കളായ, നരകയാതന അനുഭവിക്കുന്ന, വിശന്ന് പൊരിയുന്ന, ഈ വീട് നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത നല്ലവണ്ണം വിശക്കുമ്പോൾ ബീഫ് കഴിച്ചോളും എന്ന ധാരണയിൽ, ബീഫ് തിന്നുകൊള്ളും എന്ന ധാരണയിൽ അയൽവക്കത്തെ സുഹൃത്തുക്കൾക്ക് കൊടുത്ത ആ ഹീനമായ കർത്തവ്യം തന്നെ ഇസ്ലാമിൻ്റെ തലയിൽ ഒരു ശാപമായിട്ട് തീരാതിരിക്കില്ല. വിശക്കുന്നവനും വേദനിക്കുന്നവനും ഒരു പക്ഷേ വിവേചനമുണ്ടാവില്ല, അവർ കൊടുത്തത് തിന്നുകൊള്ളും എന്ന് അറിയാവുന്ന മുസ്ലിങ്ങളായ, മുസ്ലിം ഭരണാധികാരികളായ, മുസ്ലിം സൈന്യാധിപന്മാരായ മുസ്ലിം സേനകള് ആ ഹിന്ദു രാഷ്ട്രത്തെ സഹായിക്കാൻ കൊണ്ടുപോയി കൊടുത്ത ആ നീചവും നിന്ദ്യവും നികൃഷ്ടവുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ, അത് പ്രതികരണം എന്നോണം ഭാരതം ശാന്തമായിട്ടിരുന്നു എങ്കിലും അതിശക്തമായ ഭാഷയിൽ നേപ്പാളി ഗവൺമെന്റും ജനങ്ങളും പ്രതികരിക്കുകയുണ്ടായി. ഒരു പരിധിവരെ കേരളത്തിലെ, ഭാരതത്തിലെ മീഡിയ, ഇലക്ട്രോണിക് മീഡിയയും TV ചാനലുകളും ശക്തിയായി തന്നെ പ്രതികരിക്കുകയുണ്ടായി. നമുക്കും ചിന്തിക്കാം, ഇസ്ലാമിൻ്റെ യഥാർത്ഥ സ്വഭാവം അത് 1300 വർഷമായിട്ടുണ്ടായിട്ട് എങ്കിലും അതിൻ്റെ യഥാർത്ഥ സ്വഭാവം ഒറ്റയ്ക്കെടുക്കുമ്പോൾ ഓരോ മുസ്ലിമും നല്ലവനാണ്. അവർ കൂട്ടാവുമ്പോൾ ഓരോ കൂട്ടവും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യം നേടുന്നതാണ് ഇന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ കാണിക്കുന്നത് എന്ന് തുറന്ന മനസ്സോടുകൂടി നമ്മൾ അറിയണം. ധാരാളം നല്ല മുസ്ലിങ്ങളുണ്ട്. അവരും കൂട്ടത്തിൽ ചേരുമ്പോൾ എന്നും തീവ്രവാദത്തിനും നശീകരണത്തിനും
ഇതുപോലെയുള്ള ഹൈന്ദവ ജനതയെ എതിർക്കാനും നശിപ്പിക്കാനും ക്രിസ്ത്യാനികൾക്കൊരു രാജ്യത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. പച്ചയ്ക്ക് കഴുത്തറത്ത് കൊല്ലാനുമുള്ള ഒരു ചളിപ്പില്ലായ്മ കാണുന്ന ലോകത്തിലെ ഒരേ ഒരു മതം, ചോര കണ്ട് മാത്രം, ചോര ചിതറി മാത്രം, കൊന്നും കൊലവിളിച്ചും മാത്രം വളരുന്നൊരു മതമാണോ ഇത് എന്ന് വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കാം. പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ അല്ല, അറിയാനും അറിയിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.